നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നേമം ശാന്തിവിളയിൽ നിന്നും നടക്കുന്ന അതിദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. 9 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, വെറും 9 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, പെൺകുട്ടി മരിച്ച നിലയിൽ, അതായത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. വീടിനുള്ളിലാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് കട്ടിലിന് മുകളിൽ കസേര, സ്റ്റൂൾ എന്തോ വെച്ചിട്ട് കയറി തൂങ്ങി എന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് രാവിലെ അമ്മ വഴക്കു പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് അമ്മയ്ക്ക് നമുക്കിവിടെ നാട്ടുകാരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റുന്നു. അപ്പോൾ ആ ഒരു മുറിവുണ്ട്. അതിനായിട്ട് ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ കുട്ടിയെ ചെറുതായിട്ട് എന്തോ വഴക്ക് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ തൂങ്ങി എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും 9 വയസ്സ് പ്രായമേ ഉള്ളൂ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി എങ്ങനെ തൂങ്ങി അല്ലെങ്കിൽ തൂങ്ങാൻ ഈ കുട്ടിക്ക് അറിയാവോ എന്നടക്കമുള്ള ചില സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. എന്തായാലും അതിദുഃഖകരമായ ഒരു സംഭവമാണ് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ വേദനാജനകവും ഇപ്പോൾ ഈ മാതാപിതാക്കളൊക്കെ വളരെ വേദനയോടായിരിക്കുന്ന സാഹചര്യം. മാത്രമല്ല, ഈ നാട്ടുകാരോടൊപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ അവർ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്, രാവിലെ കൂടി ആ കുട്ടിയെ കണ്ടു, രാവിലെ കൂടി കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് ആ കുട്ടി പോകുന്നത് ഞങ്ങൾ കണ്ടു എന്ന് വേദനയോടെ നാട്ടുകാരും ഞങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർത്തും വേദനാജനകമായൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. നാട്ടുകാർക്കും അതുപോലെ തന്നെ വീട്ടുകാർക്കും വലിയ രീതിയിലുള്ള ഒരു ഷോക്ക് തന്നെയാണ് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു വിവരം നൽകിയിരിക്കുന്നത്. നേമം സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇപ്രകാരമാണ്. അതായത് അമ്മ വഴക്കു പറഞ്ഞതിന്റെ വിഷമത്തിൽ കുട്ടി കടുങ്കൈ ചെയ്തു എന്നാണ് പോലീസും പ്രാഥമിക നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അച്ഛനും അമ്മയും രാവിലെ പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു. അപ്പോൾ ഇതിനിടയിലാണ് കുട്ടിയെ വഴക്കു പറയുക എന്നൊരു സന്ദർഭം അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അച്ഛനും അമ്മയും അച്ഛൻ്റെ സഹോദരിക്കൊപ്പം കുട്ടിയെ വീട്ടിലാക്കിയിട്ടാണ് മാതാപിതാക്കൾ പുറത്തു പോയത്. ശേഷം അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു, കുട്ടിയെ വിളിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ കുട്ടിയെ വിളിക്കുന്നു. അപ്പോൾ കുട്ടി വരുന്നില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ മുറിക്കുള്ളിൽ ഇത്തരത്തിൽ ഈ ഒരു ഭീകര കാഴ്ച ഈ വീട്ടുകാർ കാണുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ എന്തായാലും പോലീസ് കേസെടുത്ത് ഇപ്പോൾ പോലീസിന്റെ നടപടികളൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, മറ്റ് ഈ ഒരു ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്, ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് മറ്റ് നടപടികളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. തീർച്ചയായിട്ടും നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവം അക്ഷരാർത്ഥത്തിൽ വളരെയധികം നടക്കുന്നതായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു 9 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്യുമ്പോൾ അതിന് കുരുക്കിടാൻ അറിയുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ശക്തമാവുന്നുണ്ട്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണം, അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഒരു വിശദീകരണം ഒക്കെ ഉണ്ടാകും. എന്തായാലും ഈ ഒരു നാടിനെ ഒന്നടങ്കം ഈ കുട്ടിയുടെ ഒരു മരണ വാർത്ത വളരെയധികം വേദനയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെയും കൂടി ആ കുട്ടിയെ കണ്ടവരുണ്ട്. അവർക്കൊന്നും ഇത് വിശ്വസിക്കാനോ അല്ലെങ്കിൽ ഇത് ഉൾക്കൊള്ളാനോ ആകാത്ത സാഹചര്യത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഈ പരിസരവാസികൾക്ക്, ഇപ്പോൾ വീടിനടുത്തുള്ള ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ ആ ഒരു നടുക്കം നമ്മളോട് അവർ പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ചുറ്റുമുള്ളവർക്ക് ഇത്രയും ഒരു നടുക്കമാണെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ്റെയും അമ്മയുടെയും ഉറ്റവരുടെയൊക്കെ വേദന, അവർക്കുണ്ടായ ഒരു നഷ്ടം അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. തീർച്ചയായിട്ടും വളരെ ദുഃഖകരവും അതുപോലെ തന്നെ അതിലുപരി നടക്കുന്നതുമായ ഒരു വാർത്തയാണ്. എന്താണ് നമ്മുടെ തലമുറയ്ക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്? ഒരു വഴക്ക് കേട്ടാൽ ഉടനെ ആത്മഹത്യ ചെയ്യുക എന്ന തരത്തിലേക്ക് വരെ കുട്ടികൾ ചിന്തിക്കുന്നു എന്ന ഒരു വസ്തുത കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ടതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ അവരുടെ ചിന്താഗതി ഏത് രീതിയിലാണ് കടന്നു പോകുന്നത് എന്നടക്കമുള്ള ഒരുപാട് ആശങ്കകളൊക്കെ ഈ സാഹചര്യത്തിൽ ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സംഭവം
വളരെയധികം വേദനാജനകമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് സാധാരണ ആത്മഹത്യാ വാർത്ത എന്നതിലുപരി ഈ കുട്ടിയുടെ പ്രായമാണ് ശരിക്കും ഈ ഒരു സംഭവത്തിൽ വളരെയധികം നടുക്കമായി മാറിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ഇന്ന് സ്കൂൾ അവധിയായിരുന്നു. സ്കൂൾ അവധിയായതുകൊണ്ട് തന്നെ അവധി വീട്ടിൽ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അമ്മ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തത് എന്നാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകളും വരും ദിവസങ്ങളും മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. എന്തായാലും വളരെ വേദനയോടെ ആയിരിക്കുകയാണ് ഇവിടെയുള്ള എല്ലാവരും. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അമ്മ ഇവര് രാവിലെ ആശുപത്രിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവർക്കൊപ്പം വരണം എന്ന രീതിയിൽ കുട്ടി ശാഠ്യം പിടിച്ചു. സ്വാഭാവികമായിട്ടും കുട്ടികൾ അമ്മയ്ക്കും അച്ഛനും ഒപ്പം പോകണം അല്ലെങ്കിൽ വരണം എന്ന രീതിയിൽ ഒരു ആവശ്യം മുന്നോട്ട് വെക്കും. അപ്പോൾ അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും അപ്പോൾ മാതാപിതാക്കൾ വഴക്ക് പറയുകയും അത് മാത്രമല്ല വരുന്നത് വരെ മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ അടങ്ങിയിരിക്കണം എന്ന രീതിയിൽ ഒരു താക്കീത് മാതാപിതാക്കൾ നൽകുന്ന ഒരു താക്കീതും വഴക്കും ശാസനയും മാത്രമാണ് ഇവിടെയും നൽകിയിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ നൽകുന്ന ഒരു ഉപദേശം, ഒരു താക്കീത് അത് തന്നെയാണ് ഈ കുട്ടിക്ക് ഇവിടെ നൽകിയത്. പക്ഷേ അതൊരു ഇത്തരത്തിലൊരു സംഭവത്തിൽ പരിണമിക്കുമെന്ന് ആരും കരുതിയില്ല. ആരും അത്തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമോന്ന്. അപ്പോൾ ചിന്തിക്കാവുന്നതിലും അപ്പുറമായൊരു സംഭവമാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മാതാപിതാക്കളും അത് കുട്ടികളെ വഴക്ക് പറയുക അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ കുട്ടികൾ ഈ രീതിയിൽ പ്രവർത്തിക്കും അല്ലെങ്കിൽ ഈ രീതിയിൽ അവർ പെരുമാറും എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വീട്ടിലെ കുട്ടികളെയൊക്കെ വഴക്ക് പറയുമ്പോൾ അത് നമ്മൾക്ക് മറ്റു ചില ആശങ്കകളിലേക്ക് കൂടി നയിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു ചില ആശങ്കകളിലേക്ക് കൂടി നയിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. മാത്രമല്ല ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരൊക്കെ സ്ഥലത്തെത്തി അവർ വേണ്ട തെളിവുകളൊക്കെ അല്ലെങ്കിൽ ഇവിടെ പരിശോധന നടത്തി വേണ്ട തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കുട്ടിയെ മുറിക്കുള്ളിൽ ഫാനിലാണ് ഇത്തരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ സംഭവം. അപ്പം എൻ്റെ പൊക്കമൊക്കെ എത്രയാണെന്നതടക്കമുള്ള ഒരുപാട് ആശങ്കകളും ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആത്മഹത്യ വർദ്ധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള ആത്മഹത്യാ വാർത്തകൾ, അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പലരും ആത്മഹത്യ ഒരു മാർഗമായിട്ട് കണക്കാക്കുന്നു. ഒന്ന് തിരിഞ്ഞ് രണ്ടാമത്തതിന് ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നു. ഇപ്പോൾ കേരളത്തിൽ തുടരെ ഒരുപാട് ആത്മഹത്യാ കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എടുത്തു പറയാനുണ്ട്. പ്രത്യേകിച്ച് ഈ കോട്ടയത്തെ ജിസ്മോളുടെ മക്കളുടെ ആത്മഹത്യ, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യ, അങ്ങനെ ഒരുപാട് ആത്മഹത്യകൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുന്നുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. തീർച്ചയായിട്ടും പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ അതൊരു ആത്മഹത്യയാണ് അതിന് പരിഹാരം എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ മുതിർന്നവർ പലരും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ടാമത് അത് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ആത്മഹത്യ ഒരു പരിഹാരമായിട്ട് അവർ കാണുന്നു, ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളും ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നത്, അതായത് വെറും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി അത് വഴക്ക് പറഞ്ഞപ്പോൾ ആത്മഹത്യ എന്ന രീതിയിലേക്ക് ചിന്തിച്ചു എന്നത് നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാനാകുന്നില്ല. അത് ഈ വാർത്ത കേൾക്കുന്ന ആർക്കും അത് ഉൾക്കൊള്ളാനാകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക വളരെ ആവശ്യമായിട്ട് വരും. കാരണം നമ്മിൽ പലരും പല പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം, ഒരു ആത്മഹത്യ എന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആരെങ്കിലും ഉണ്ട് എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. ഈ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറായ 1056 എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന സഹായം തേടുക. തീർച്ചയായിട്ടും ആരൊക്കെയോ നമുക്ക് ചുറ്റുമുണ്ട് എന്നൊരു ചിന്ത നമ്മിലേക്ക് അപ്പോൾ വരും. തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്തുക. മാത്രമല്ല പ്രതീക്ഷ എന്ന് പറഞ്ഞ ഒരു കൊച്ചിയിലെ 04842448830 എന്ന നമ്പര്, മൈത്രി കൊച്ചി 0484254050 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആശ മുംബൈ 0222754669 എന്ന നമ്പറിൽ, അങ്ങനെ ഒരുപാട് നമ്പറുകൾ, അതായത് ഹെൽപ്പ് ലൈൻ നമ്പറായിട്ട് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ചിന്തിക്കുക. മാത്രമല്ല അത്തരത്തിലൊരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും
ഇത്തരത്തിലുള്ള ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ ആശ്രയിക്കാൻ മറക്കാതിരിക്കുക. ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, പോലീസും എത്തിയിരുന്നു. അപ്പോൾ അവരവരുടെ നടപടികളൊക്കെ സ്വീകരിച്ചിട്ട് കടന്നു പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ് എന്തുമാത്രം വേദനയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം, ഈ ഒരു വാർത്ത അക്ഷരാർത്ഥത്തിൽ ഈ ഒരു വീട്ടുകാരെ എന്നതിലുപരി കേരളത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. ഒരു വെറും 9 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നു എന്നത് തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായി മാറിയിരിക്കുന്നു. കുട്ടികളൊക്കെ ഇപ്പോൾ ഈ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയോ എന്ന രീതിയിലുള്ള ഒരു ആശങ്ക മാതാപിതാക്കൾക്ക് അടക്കം ഉയർത്തിയിരിക്കുകയാണ് ഈ ഒരു സംഭവം.